അവിടെ ആംബുലൻസുകൾ പുറപ്പെട്ടു തുടങ്ങുകയാണ്. പ്രേക്ഷകർ കാണാം. മാത്രമല്ല അന്തിമോപചാരം അർപ്പിക്കാൻ ഒരുപാട് മനുഷ്യർ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളല്ലാതെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി മന്ത്രിമാരുമൊന്നും അല്ലാതെ ഒരുപാട് നാട്ടുകാർ ഈ വിമാനത്താവളത്തിലേക്കൊക്കെ എത്തിച്ചേർന്നു. എല്ലാവർക്കും അവിടെ അന്തിമോപചാരം അർപ്പിക്കാൻ കഴിഞ്ഞോ എന്നറിയില്ല. ആംബുലൻസുകൾ പുറപ്പെട്ടു തുടങ്ങുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും നേരത്തെ വിജയകുമാർ പറയുന്ന പോലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരുപാട് പേർ അവിടെ അങ്ങോട്ടേക്കൊക്കെ വീടുകളിലേക്ക് എത്താനുണ്ട്. പക്ഷേ ഇക്കുറി എല്ലാ തവണയും എത്തുന്ന പോലെ പ്രവാസത്തിൻ്റെ സന്തോഷവും പ്രവാസത്തിൻ്റെ ആഹ്ലാദങ്ങളും അല്ലെങ്കിൽ സമ്മാനപ്പൊതികളും പേറിയുള്ള യാത്രയല്ല, അത് വേദനയാത്രയാണ് എന്ന വ്യത്യാസം മാത്രമാണ്. നേരത്തെ നമ്മൾ കണ്ടത് സിബിൻ്റെ പിതാവിനെയാണ്. നേരത്തെ അവിടെ ആരെക്കൊണ്ടും ആദ്യ ആംബുലൻസ് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. കീഴ്വായ്പൂർ സ്വദേശി സിബിൻ്റെ പിതാവ് ആരാലും ആശ്വസിക്കപ്പെടാതെ സ്വന്തം മകൻ്റെ മൃതദേഹത്തിന് മുന്നിൽ വീണ് പൊട്ടിക്കരയുന്ന പിതാവിനെ നമ്മൾ കണ്ടു. കൂടെയുള്ളത് പിതാവിൻ്റെ സഹോദരങ്ങളായിരുന്നു. അതിൽ സിബിൻ്റെ അമ്മ 5 മാസം മുൻപാണ് മരിച്ചത്. ഭാര്യയും 9 മാസമുള്ള പെൺകുഞ്ഞ് മാത്രമാണ് വീട്ടിലുള്ളത്. ആ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് ഭാര്യ വന്നിരുന്നെന്ന് തോന്നുന്നു. ഭാര്യാമാതാവും ഏതാണ്ട് 8 മാസം മുമ്പ് മരിച്ചു. അങ്ങനെ വേർപാടുകളുടെ ഒരു നൈരന്തര്യം ആ വീട്ടിലുണ്ട്. അതിൻ്റെ വേദനയിലേക്ക് സിബിൻ കൂടി അവിടെ എത്തുകയാണ്. അങ്ങനെ ഓരോരുത്തരും ഈ പറയുന്ന ഓരോരുത്തരുടെയും വീടുകളിൽ അത്തരത്തിൽ ഏക അത്താണി നഷ്ടമാകുന്നതിൻ്റെ വിയോഗവേദനയുണ്ട് എന്നുറപ്പായും പറയാം. ആംബുലൻസുകൾ ഒന്നൊന്നായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. നമ്മൾ രാവിലെ കണ്ടതാണ് പ്രത്യേക വ്യോമസേന വിമാനത്തിൽ അങ്ങോട്ടേക്ക് ഓരോരോ മൃതദേഹങ്ങൾ വന്നതും അതിനുശേഷം ഗാർഡ് ഓഫ് ഓണറും അവർക്ക് നാട് നൽകുന്ന യാത്രയപ്പം അതിനുശേഷം ഇപ്പോൾ ഓരോ ആംബുലൻസുകളിലായി പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് മൃതദേഹങ്ങൾ. ബിനോയ് തോമസ് 44 വയസ്സ്, ചാവക്കാട്, തൃശ്ശൂർ. ഒറ്റയാഴ്ച മുമ്പ് മാത്രമാണ് കുവൈറ്റിലെത്തിയത്. പിന്നീട് വിശ്വാസ് കൃഷ്ണൻ 35 വയസ്സാണ്. 8 മാസം മുൻപാണ് കുവൈറ്റിലേക്ക് പോയത്. അവിടെ കൊറോണേഷൻ സ്കൂളിനടുത്ത് ധർമ്മടത്താണ് വിശ്വാസിൻ്റെ വീട്. പുത്തൂർ ഹൗസ് വൈക്കര കണ്ണൂരുള്ള നിതിൻ പുത്തൂർ 28 വയസ്സാണ്. 1 വർഷം മുൻപ് മാത്രമാണ് നാട്ടിൽ നിന്ന് പോയത്. UK അനീഷ് കുമാർ 56 വയസ്സാണ്. ഉണ്ണാങ്കണ്ടി ഹൗസ് കുറുവ കണ്ണൂർ സൂപ്പർ മാർക്കറ്റ് സൂപ്പർവൈസറായിരുന്നു. 25 വർഷത്തിലേറെ കുവൈറ്റിലുണ്ട്. 1 മാസം മുൻപാണ് അവധി കഴിഞ്ഞ് പോയത്. അങ്ങനെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ അവർ 100 സ്വപ്നങ്ങളുമായി കടൽ കടന്ന് കുവൈറ്റിലേക്ക് പോയ ഓരോരുത്തരുടെയും സങ്കടമടക്കത്തിന് നാട് ഈ വല്ലാത്തൊരു വെള്ളിയാഴ്ച നാട് ഉറപ്പായും സാക്ഷ്യം വഹിക്കുകയാണ്. ഓരോരോ ആംബുലൻസുകളായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പുറത്തേക്ക് വരുന്നു. ഓരോ ആംബുലൻസിനും ഓരോ പോലീസ് എസ്കോർട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായ ഗതാഗത നിയന്ത്രണമുണ്ട് എന്നറിയാൻ കഴിയുന്നു. ഇത് ഒരു കാലതാമസവുമില്ലാതെ ഇവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ യാതൊരുവിധ കാലതാമസവുമില്ലാതെ എത്രയും പെട്ടെന്ന് മൃതദേഹങ്ങൾ വീട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ സംവിധാനങ്ങളും പൂർത്തിയാക്കുന്നുണ്ട്. പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രത്യേകിച്ചത് എടുത്തു പറയുന്നുണ്ട്. പത്തനംതിട്ടയിൽ ഉള്ള 1-ലധികം പേരുടെ മൃതദേഹങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു വൈകല്യമില്ലാതെ അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ ക്രമീകരണങ്ങൾ നടത്തിക്കഴിഞ്ഞുവെന്ന് എല്ലാ സ്ഥലങ്ങളിലെയും അതത് മേഖലയിലുള്ള അധികാരികൾ നമ്മളെ അറിയിക്കുന്നുമുണ്ട്. അപ്പോൾ ഇനി അധികം വൈകില്ല, മൃതദേഹങ്ങൾ വീട്ടിലേക്ക് എത്താൻ അധികം വൈകില്ല. സംസ്കാരം ഇന്ന് തന്നെ ഉള്ളവരുണ്ട്, നാളെ ഉള്ളവരുണ്ട്. ഈ മൃതദേഹങ്ങൾ കാസർഗോഡൊക്കെ ഇവിടെ നിന്ന് അങ്ങെത്തുന്ന കാലതാമസം അനുസരിച്ചായിരിക്കും. കാസർഗോട്ടെ പി കുഞ്ഞിക്കേളുവിൻ്റെ അടക്കമുള്ള കുഞ്ഞിക്കേളുവിൻ്റെ വീട് സൗത്ത് തൃക്കരിപ്പൂരാണ്, കാസർഗോഡ് അങ്ങേറ്റത്താണ്. 15 വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്യുന്നു. അടുത്ത വർഷം ജോലി മതിയാക്കി തന്നെ മടങ്ങാതിരിക്കുകയായിരുന്നു 58 വയസ്സുകാരനായ കുഞ്ഞിക്കേളു. അപ്പോൾ അങ്ങനെ മൃതദേഹങ്ങൾ നാട്ടിലെത്തുന്ന അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ അവിടെയും സംസ്കാരത്തിനായി പൂർത്തിയാക്കിയിട്ടുണ്ട്. പന്തളമടക്കം ഉള്ള സ്ഥലങ്ങളിലേക്കുള്ള മൃതശരീരങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കാനിരിക്കുന്നു. ഇപ്പോഴും എല്ലാ മൃതദേഹങ്ങളും ആംബുലൻസുകളിൽ കയറ്റി കഴിഞ്ഞിട്ടില്ല എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. കയറ്റി കഴിഞ്ഞ മൃതദേഹങ്ങൾ ആംബുലൻസുകൾ അപ്പോൾ തന്നെ പുറപ്പെടുന്ന ദൃശ്യങ്ങൾ കാണുന്നു. വലിയ വേദന എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ പറയുന്നതല്ലാതെ തന്നെ വലിയ വേദന നാടിനും വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. അത്രത്തോളം അധികം സ്വപ്നങ്ങളാണ് അവിടെ ഉണ്ടായ ഒരു വല്ലാത്ത തീയിൽ, ഒരു നശീകരണ തീയിൽ നശിച്ചുപോയത്. അല്ലെങ്കിൽ അത്രയും പേരുടെ സ്വപ്നങ്ങളാണ്, ഒരുപാട് പേരുടെ അത്താണിയാണ്, ഒരുപാട് പേരുടെ മുന്നോട്ടുള്ള ജീവിത പ്രയാണമാണ് എന്നൊക്കെ ഉറപ്പായും പറയാം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ഓരോരോ ആംബുലൻസുകളായി പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ നേരത്തെ കണ്ടത്. ഇപ്പോൾ നമ്മുടെ അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി വിവിധ അവരവരുടെ നാടുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ തയ്യാറാകുന്നതിനനുസരിച്ച്, ആംബുലൻസുകൾ സജ്ജമാകുന്നതിനനുസരിച്ച് മൃതദേഹം വീടുകളിലേക്ക് കൊണ്ടുപോകുക എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ദൂര സ്ഥലങ്ങളിലുള്ള മൃതദേഹമായിരിക്കും ആദ്യം തിരിക്കുക. കാസർഗോഡ്, അതുപോലെ തൃക്കരിപ്പൂർ അടങ്ങുന്ന ആ മേഖലയിൽ, അതായത് കാസർഗോഡ് ചെർക്കള, കാസർഗോഡ് തൃക്കരിപ്പൂർ, ആ 2 സ്ഥലങ്ങളിലേക്ക് പോകുന്ന മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസാണ് ആദ്യം പുറപ്പെട്ടതെന്ന് തോന്നുന്നു.
നമ്മൾ ദൃശ്യങ്ങളിൽ അങ്ങനെ ആ ബന്ധങ്ങൾ ഞങ്ങൾ അരക്കെട്ട് ഉറപ്പിച്ചിട്ടുള്ളവരാണ്. കമ്പനി അധികൃതർ ഇപ്പോൾ കുവൈറ്റിലെ ഈ തൊഴിലാളികൾ ജോലി ചെയ്ത കമ്പനി അധികൃതർ വിമാനത്താവളത്തിൽ എത്തിയിരുന്നവർ 24 സംസാരിക്കുകയാണ്. എല്ലാ കുടുംബങ്ങൾക്കും അവരുടെ ദുഃഖത്തെ ഞങ്ങൾ പങ്കുചേരുന്നു. ദൈവം അവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ഓരോ വീടുകളിലും ഓരോരുത്തരുടെ സ്ഥലങ്ങളിലേക്കൊക്കെ ഉള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കമ്പനി നേരിട്ട് തന്നെയാണോ ഇതിൻ്റെ? ഞങ്ങളുടെ കമ്പനി അന്ന് മുതൽ കുവൈറ്റിൽ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞങ്ങളൊരു ടീമിനെ ഉണ്ടാക്കിയിട്ട് അതൊരു വാർ റൂം പോലെ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ എല്ലാ കുടുംബങ്ങളിലേക്കും ഞങ്ങൾ ഒരു ടീമിനെ, ഓരോ ടീമിനെയും ഓരോ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. അവർക്കൊരു ആശ്വാസധനമൊക്കെ കൊടുക്കുന്നുണ്ട്. ബാക്കി ഞങ്ങൾ ഒരു 8 lakhs rupees ഉടനെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ കമ്പനിയുടെ പ്രോവിഡൻറ്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, അങ്ങനെ കുറേ ഇൻഷുറൻസ് പരിരക്ഷകളൊക്കെ എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം വർക്കൗട്ട് ചെയ്ത് ഞങ്ങൾ എല്ലാ കുടുംബങ്ങളിലും എത്തിക്കും. അവരുടെ എന്താവശ്യത്തിന് ഞങ്ങൾ കൂടെ കാണും. ഉടനടി കൊടുക്കും. അതല്ലാതെ നല്ലൊരു എമൗണ്ട് തന്നെ എക്സ്ട്രാ ഞങ്ങളൊരു ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ കുടുംബങ്ങളെ ഞങ്ങളുടെ കൂടെ ചേർത്ത് നിർത്തും. ഇപ്പോൾ ഈ നമ്മൾ ഓരോ നിയമ നടപടികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാലും അവിടെയുള്ള കാര്യങ്ങളൊക്കെ അതെങ്ങനെയാണ് നമ്മളെ ഏകോപിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്? അത് നമ്മൾ അത് ഇതുവരെ അതിൻ്റെ ഡിസ്കഷൻ വരുന്നേ ഉള്ളൂ. സോ നമുക്ക് ഇപ്പോഴേ ഒരു ഡിസിഷൻ ഇപ്പോഴും ആയിട്ടില്ല. വി ആർ ഡിസ്കസിങ് ആൻഡ് ടേക്കിംഗ് ഇറ്റ് ഫോർവേഡ്. നമ്മൾ പറഞ്ഞ പോലെ NBTC എന്ന് പറഞ്ഞാൽ ഒരു 1 team 1 family ആയിട്ട് നമ്മൾ നീങ്ങുന്നത്. ഫ്രം ബിഗിനിങ് നമ്മൾ എംപ്ലോയീസിന് മാക്സിമം സപ്പോർട്ട് കൊടുക്കും. ദേ ആർ ലൈക്ക് അവർ ഫാമിലി മെമ്പേഴ്സ്. ഇത് വളരെ ഒരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻ്റ് ആയിപ്പോയി. ആൻഡ് നമുക്ക് ഇറ്റ്സ് എ ബിഗ് ലോസ് ഫോർ അസ്. ആൻഡ് വി ആർ വെരി ഷോക്ക്ഡ് ടു സീ ദിസ് happen that this has happened. And we wish the maximum support. We will give the maximum support, and we will give them. May God bless the families who are lost their loved ones and who are in the injured conditions. നമ്മളിപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം ആ തിരുവല്ല അല്ലെങ്കിൽ ആ ഭാഗം ചങ്ങനാശ്ശേരി ആ ഭാഗത്തുള്ളവർ തന്നെ ഒരുപാട് എംപ്ലോയീസ് അവിടെ ഉണ്ട്. അപ്പോൾ അതായത് നമ്മുടെ നാടിനോട് ഉള്ള ഒരു സ്നേഹം തന്നെയാണ്. അവിടെയുള്ള ആളുകൾ എല്ലാവരും തന്നെ രക്ഷപ്പെട്ടു പോകുന്നു, അവിടെ ജോലി ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ശരിക്കും ഒരു കുടുംബം അതുപോലെ പോകുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അതിൽ ഞങ്ങളുടെ ചെയർമാനെ സംബന്ധിച്ച് നാടെന്ന് പറഞ്ഞൊരു വീക്ക്നെസ്സാണ്. കൂടാതെ നിരണവും തിരുവല്ലയും പുള്ളിക്ക് ഭയങ്കര വീക്ക്നെസ് ഉള്ളൊരിതാണ്. അതുകൊണ്ട് പുള്ളിക്ക് അതിൻ്റെ ഒരു നഷ്ടം. ഈ ഓരോ എംപ്ലോയീസിൻ്റെയും റൂട്ട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതെല്ലാം മിസ്റ്റർ ഇബ്രഹാമായിട്ട് പരിചയമുള്ളതോ ബന്ധമുള്ളതോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വഴിയൊക്കെ വന്ന് അവരുടെ ഒരാളാണെങ്കിൽ ഒരാളുടെ പിതാവ് പോലും അവിടെ ജോലി ചെയ്ത ആളുടെ മകൻ്റെയാണ് ബോഡി കൊണ്ടുവന്നത്. അപ്പോൾ ഒരു തലമുറകളായിട്ട് കുടുംബമായിട്ടും ബിസിനസ് സ്ഥാപനമായിട്ട് ബന്ധമുള്ളതാണ്. അല്ലാതെ ഒരു മാസ് റിക്രൂട്ട്മെൻറ്റ് എല്ലാവരെയും കൂടെ കൊണ്ടുവന്ന് ജോലി ചെയ്യുകയല്ല. ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറാണ്. അതിനെല്ലാം ഈ ഫ്യൂണറലെല്ലാം നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് അറ്റൻഡും ചെയ്യുന്നുണ്ട്. NBTSൻ്റെ കമ്പനി പ്രതിനിധികൾ സംസാരിക്കുകയായിരുന്നു 24നോട്. അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നൽകും എന്ന് കമ്പനി പറയുകയാണ്. അത് ഒട്ടും തന്നെ വൈകാതെ നൽകുകയും വേണം എന്ന അപേക്ഷ കൂടി മുന്നോട്ട് വെക്കുന്നു. കാര്യം അവർക്ക് കുടുംബത്തിൻ്റെ ഏക അത്താണി, ഒരുപക്ഷെ ഭാവിയിലെ മുന്നോട്ടുള്ള യാത്ര തന്നെ ഒരുപക്ഷെ ചോദ്യചിഹ്നമായി നിൽക്കുന്ന അവരുടെ അത്താണി, അവരുടെ ആശ്രയങ്ങൾക്ക് അത് വലിയ ഉപകാരമാവുമെന്ന് തർക്കമില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിൽ നഷ്ടപരിഹാരം എന്നതിനെ വിളിക്കാനും കഴിയില്ല. ഈ നഷ്ടം പരിഹരിക്കാവുന്നതല്ല. ഈ നഷ്ടം അപരിഹാര്യമാണ്. അതാ ഇവിടെ ഓരോരോ ആംബുലൻസുകളായി എന്ന് പറഞ്ഞാൽ ആംബുലൻസിൽ മൃതദേഹങ്ങൾ കയറ്റുന്ന മുറയ്ക്ക് ഓരോരോ ആംബുലൻസുകളായി ഒരു പോലീസ് പൈലറ്റ് വാഹനത്തിൻ്റെ അകമ്പടിയിൽ പുറപ്പെടുന്ന ദൃശ്യങ്ങളാണ്. വല്ലാത്ത കാഴ്ചയാണ്, വല്ലാത്ത സങ്കട ദൃശ്യമാണ് ആംബുലൻസുകളുടെ നീണ്ട നിര എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു കാലത്തും കേരളത്തിൽ സമാനമായൊരു കാഴ്ച ഈ അടുത്ത കാലത്തും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു വേദന കാഴ്ചയ്ക്ക് നടുവിൽ തന്നെയാണ് കേരളം. അത്രയും ആഴമുള്ള നാടാകെ വലിയ വേദനയിൽ നിൽക്കുന്ന, വലിയ സങ്കടത്തിൽ നിൽക്കുന്ന ഒരു ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുകയാണ്. അടുത്ത കാലത്ത് ഈ ഗൾഫ് രാജ്യങ്ങളിലുണ്ടായ ഏറ്റവും വലിയ തീപിടുത്തം എന്ന് തന്നെ പറയുന്ന മാത്രമേ അതിൻ്റെ അപകടത്തിൻ്റെ വലിയ ആഴം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അടുത്ത കാലത്ത് ഒരു വലിയ അപകടം ഇങ്ങനെ കേരളത്തിന് ഓർമ്മയില്ല. അങ്ങനെ കേരളം ഒട്ടും തന്നെ ആഗ്രഹിക്കാത്ത, കേരളം ഒട്ടും തന്നെ
പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു ഇടുത്തി പോലെ പെയ്തിറങ്ങിയ ഒരു അപകടം. ആ വാർത്ത വരുമ്പോൾ ഒക്കെ ഇത് ഇത്ര വലിയ അപകടമാകും എന്ന് നമ്മൾ കരുതിയിരുന്നില്ല. വാർത്ത വരുമ്പോൾ തന്നെ അത് കുറച്ച് പേർക്ക് പൊള്ളൽ എന്നൊക്കെ തരത്തിൽ, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് പൊള്ളൽ, അത് ഇത്ര വലിയ ആഴത്തിലുള്ള വാർത്തയായി വലിയ വ്യാപ്തിയുള്ള ഒന്നായി മാറും എന്ന് കരുതിയിരുന്നതല്ല. പക്ഷേ അത് ദൗർഭാഗ്യവശാൽ അത്രത്തോളം വലിയ വ്യാപ്തിയിൽ പോകുന്നു. ഇപ്പോഴും 7 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. 2 പേരെ, ഈ മരിച്ച 50 പേരിൽ 2 പേരെ ഇനിയും തിരിച്ചറിയാനുണ്ട് എന്ന് അറിയുന്നു. അപ്പോൾ ആ വ്യാപ്തി അവിടെയും നിൽക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പ്രത്യേക വ്യോമസേനയുടെ വിമാനത്തിൽ കൊണ്ടുവന്ന മൃതദേഹങ്ങളെ ഓരോന്നോരോന്നായി പുറത്തേക്ക് വരികയാണ്. നമ്മൾക്ക് ആ ദൃശ്യങ്ങൾ കാണുന്നു. ഇത് ഒരു പൈലറ്റ് വാഹനം, ഒരു ആംബുലൻസ് മാത്രമല്ല, ഒരു ജനതയുടെ വലിയ വേദന പേറിക്കൊണ്ടുള്ള വാഹനങ്ങളാണ് എന്നുറപ്പായും പറയാം. ഓരോരോ നാടിന് ഇവരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവരൊക്കെ സാമൂഹ്യ ജീവിതത്തിലൊക്കെ വളരെ സജീവമായി നിന്ന മനുഷ്യരാണ്. അതത് മേഖലകളിൽ അവധിക്ക് വരുമ്പോഴൊക്കെ നാട്ടിൽ അവിടുത്തെ നാടിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്ന മനുഷ്യരാണ്. അപ്പോൾ സ്വാഭാവികമായും ആ വിയോഗങ്ങൾ ഉണ്ടാക്കുന്ന ഷോക്ക് അത്രത്തോളം വലുതാണ്. എല്ലാവർക്കും പ്രിയങ്കരായ മനുഷ്യരാണ്. നാടിൻ്റെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുകയും സാമ്പത്തികമായും അല്ലാതെയും ശാരീരികമായി സാമീപ്യം ആവശ്യമുള്ള സമയത്ത് അപ്പോഴൊക്കെയും ഒക്കെ നാടിൻ്റെ കൂടെ വന്ന മനുഷ്യരാണ്. അവരുടെ വിയോഗത്തിൽ അത്രത്തോളം നാട് തേങ്ങുന്നു എന്നുറപ്പായും പറയാം. അവർക്ക് അർഹിക്കുന്ന യാത്രയപ്പ് തന്നെ നാട് നൽകുകയാണ്. കോട്ടയം ശ്രീഹരി പ്രദീപ് പ്രായം തീരെ കുറഞ്ഞ ഒരു മനുഷ്യനാണ്. കോട്ടയം ഇത്തിത്താനം സ്വദേശിയാണ് ശ്രീഹരി പ്രദീപ്. ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞ് വീട്ടുവളപ്പിൽ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കോട്ടയത്ത് എത്തിക്കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ വീട്ടുവളപ്പിൽ ഉണ്ടാകും. മൃതദേഹം തുരുത്തിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിക്കും. പിന്നെയുള്ളത് പന്തളം സ്വദേശി ആകാശ ശശിധരൻ്റെ മൃതദേഹമാണ്. മുടിയൂർക്കോണം സ്വദേശിയാണ്. നാളെയാണ് സംസ്കാരം. അതും വീട്ടുവളപ്പിൽ തന്നെയാണ്. വീടിനടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് മൃതദേഹം സൂക്ഷിക്കും എന്നറിയാൻ കഴിയുന്നു. പിന്നീട് കാസർഗോഡ് ചർക്കള സ്വദേശി രഞ്ജിത്താണ്. ഇന്ന് 6 മണിക്ക് മുൻപെത്തിയാൽ അത് എത്തുന്നത് പോലെയാണ്. അത് ഈ യാത്ര 6 മണിക്ക് മുൻപെത്തിക്കഴിഞ്ഞാൽ വീടിനടുത്തുള്ള കുടുംബ ശ്മശാനത്തിൽ സംസ്കരിക്കും. അയൽവാസിയുടെ വീട്ടിലാണ് കാസർഗോഡ് ചർക്കള സ്വദേശി രഞ്ജിത്തിൻ്റെ പൊതുദർശനം. കാസർഗോഡ് തൃക്കരിപ്പൂർ എളമ്പച്ചി സ്വദേശി കുഞ്ഞിക്കേളു കാലിക്കടവ് NS ഓഡിറ്റോറിയത്തിലാണ് പൊതുദർശനം. അതിനുശേഷം എളമ്പച്ചിയിലെ വീട്ടിലാണ് പൊതുദർശനം. കാലിക്കടവിലെ ശ്മശാനത്തിൽ സംസ്കാരം. പിന്നീട് പത്തനംതിട്ട പാണ്ടനാട് സ്വദേശി മാത്യു തോമസ്. ഇന്ന് മൃതദേഹം വീട്ടിലെത്തിക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ചെങ്ങന്നൂരിൽ നിന്ന് ഏറ്റുവാങ്ങി പുഷ്പഗിരി ആശുപത്രിയുടെ മോർച്ചറിയിൽ സൂക്ഷിക്കും. സംസ്കാരം പിന്നീട് പാണ്ടനാട് യോദ്ധാൻപുരം മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിലാണ്. പിന്നീട് പായിപ്പാട് സ്വദേശി ഷിബു വർഗീസ്. സംസ്കാരം തിങ്കളാഴ്ച പായിപ്പാട് സെൻറ്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ മൃതദേഹം മോർച്ചയിൽ സൂക്ഷിക്കുമെന്ന് അറിയാൻ കഴിയുന്നു. കൊല്ലം സാജൻ ജോർജ് സ്വദേശി നാളെയാണ് മാർത്തോമ ചർച്ച് നരിക്കലിൽ. ഇന്ന് മൃതദേഹം മോർച്ചയിൽ സൂക്ഷിക്കും. കൊല്ലം ശൂരനാട് ആനയടിക്കൽ ഷമീർ. ഇന്ന് കല്ലൂർ മുസ്ലിം ജമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ സംസ്കാരം എന്നാണ് അറിയാൻ കഴിയുന്നത്. തൃശ്ശൂർ ചാവക്കാട് ബിനോയ് തോമസ്. ഉച്ചയോടെയാണ് മൃതദേഹം ചാവക്കാട് തെക്കൻ പാരൂരിലെ വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നറിയാൻ കഴിയുന്നു. എന്ന് പറഞ്ഞാൽ ഉച്ചകഴിഞ്ഞ് എത്തിയാൽ സംസ്കാരം 2 മണിക്ക് തന്നെ കുന്നംകുളത്താണ് ബിനോയ് തോമസിൻ്റെ സംസ്കാരം. ആര്യനാട് അരുൺ ബാബു തിരുവനന്തപുരം സ്വദേശി. വീട്ടുവളപ്പിൽ അച്ഛനെയും സഹോദരിയും അടക്കം ചെയ്തതിനടുത്താണ് സംസ്കാരം. അതും അവിടുത്തെ ആ നാടിനൊരു വേദന കാഴ്ച. ഇന്ന് വൈകുന്നേരം തന്നെ അരുൺ ബാബു തിരുവനന്തപുരം ആര്യനാട് സ്വദേശി അരുൺ ബാബുവിൻ്റെ സംസ്കാരമുണ്ട് എന്നറിയാൻ കഴിയുന്നു. കണ്ണൂർ വയക്കര സ്വദേശി നിതിനാണ്. സംസ്കാരം ഇന്ന് രാത്രി വയക്കര പൊതുശ്മശാനത്തിലാണ്. പിന്നീട് കണ്ണൂർ കുറുവ സ്വദേശി അനീഷ് കുമാറാണ്. മൃതദേഹം ഇന്ന് മോർച്ചയിൽ സൂക്ഷിക്കും. നാളെയാണ് സംസ്കാരം. ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണൻ ഇന്ന് വൈകിട്ട് വീട്ടിലെത്തുന്നത് പോലെ 5 മണി കഴിയുമ്പോൾ വീട്ടുവളപ്പിൽ സംസ്കാരം എന്നുള്ളതാണ് നിലവിലെ ക്രമീകരണം. മലപ്പുറം പുലാമന്തോൾ സ്വദേശി ബാഹുലയൻ വീട്ടിലെത്തുന്നത് പോലെ തന്നെ ഇന്ന് 3 മണിക്കാണ് നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത്. ഇതിപ്പോൾ ആ ക്രമീകരണം നടക്കുമോ എന്നറിയില്ല. ഇവിടുന്ന് ആംബുലൻസുകൾ പുറപ്പെടുന്നതേ ഉള്ളൂ. എന്തായാലും 3 മണിക്ക് ഷൊർണൂർ ശാന്തിതീരത്ത് സംസ്കാരമാണ് നേരത്തെ ഏർപ്പെടുത്തിയ ക്രമീകരണം. ചെമ്പക പിന്നെ തിരുവനന്തപുരം വർക്കല ഇടവ സ്വദേശി ശ്രീജേഷ് 32 വയസ്സേ ഉള്ളൂ. ഇന്ന് വൈകിട്ട് മൂടിയില്ലാവിളയിലെ കുടുംബ വീട്ടിലാണ് സംസ്കാരം. മലപ്പുറം തിരൂർ കൂട്ടായി സ്വദേശി KP നൂഹിൻ്റെ മൃതദേഹം കൂട്ടായി റാത്തീബ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കം. എന്ന് പറഞ്ഞാൽ വീട്ടിൽ മൃതദേഹം എത്തിക്കഴിഞ്ഞാൽ അധികം ലേറ്റാവാതെ അധികം വൈകാതെ ഒരു അരമണിക്കൂറിൽ ഖബറടക്കത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ റാത്തീബ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലടക്കം പൂർത്തിയാക്കിയിട്ടുണ്ട്. തിരുവല്ല മേപ്രാൽ സ്വദേശി തോമസ് യുമ്മൻ ഞായറാഴ്ചയാണ് സംസ്കാരം. മേപ്രാൽ ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ. കൊല്ലം വെളിച്ചിക്കാൽ സ്വദേശി ലൂക്കോസിൻ്റെ സംസ്കാരം നാളെയാണ്. വീടിനടുത്തെ ഇന്ത്യൻ പെന്തക്കോസ് സഭ ഫെയ്ത്ത് ഹോമിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് ശേഷം അവിടെ നാൽക്കാവലയിൽ സഭാ ശ്മശാനത്തിൽ സംസ്കരിക്കും. മൃതദേഹം ഇന്ന് കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിക്കും. അങ്ങനെ ഓരോരുത്തരായി അങ്ങോട്ടേക്ക് അവരവരുടെ വീടുകളിലേക്ക് പോവുകയാണ്. പക്ഷേ ഇക്കുറി ഒരു മടക്കമില്ലാത്ത യാത്രയാണ്. ഈ സാധാരണഗതിയിൽ പ്രവാസത്തിൽ നാട്ടിലേക്ക് എത്തുന്ന അത് കഴിഞ്ഞിറങ്ങുന്ന അല്ലെങ്കിൽ വിമാനം താഴെ തൊടുന്ന ആ നിമിഷം മുതൽ അവരുടെ ഉള്ളിൽ ഒരു ആഘോഷത്തിൻ്റെ തിരയടി ഉണ്ടാവാറുണ്ട്. ഇക്കുറി
അവർ ചേതനറ്റവരായി മടങ്ങിയിരിക്കുന്നു. ബന്ധുക്കളുടെയോ അവരുടെ കൂടെ തന്നെ ആഘോഷത്തിൻ്റെ തിരിയോടി ഹൃദയത്തിൽ ഉയരാറുള്ള ബന്ധുക്കളുടെ ഹൃദയങ്ങളിലൊന്നും ഇക്കുറി ആഘോഷങ്ങളല്ല. തീർത്താൽ തീരാത്ത മ്ലാനതയാണ്, തീർത്താൽ തീരാത്ത വേദനയാണ്, സങ്കടമാണ്. ഓരോരോ ആംബുലൻസുകളായി നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെടുന്നു. വിജയകുമാർ, എനിക്ക് തോന്നുന്നു എല്ലാ ആംബുലൻസുകളും പുറപ്പെട്ട് കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതിനോടകം കുറേ ആംബുലൻസുകൾ പ്രധാനപ്പെട്ട ആ വഴിയിലൂടെ കടന്നുപോയി എന്ന് തന്നെയാണ്. അവിടെ നേരത്തെ തന്നെ മുഴുവൻ ആംബുലൻസുകളും എത്തിയിരുന്നു. പൊതുദർശനം അതുപോലെ ഔദ്യോഗിക നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് മുഖ്യമന്ത്രിയും മറ്റുള്ളവരും അന്തിമോപചാരം അർപ്പിച്ചാൽ അപ്പോൾ തന്നെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുകയും തുടർന്ന് പോലീസ് ഒരു പൈലറ്റ് വാഹനം വഴി ഒരുക്കുകയും ചെയ്ത് വേഗത്തിൽ കടന്നു പോവുക എന്നത് തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും അവരുടെ നാടുകളിലേക്ക് യാത്ര തുടങ്ങി എന്ന് വേണം കരുതാൻ. ഇത്തവണ അതൊരു വല്ലാത്ത യാത്രയാണ്, ഒരു വല്ലാത്ത കാഴ്ചയാണ്. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് അവരുടെ കടന്നു വരവ്. അവർ വരുന്നതും ഒരു കാലം തെറ്റിയുള്ള അവരുടെ നാട്ടിലേക്കുള്ള വരവ്, ഇനിയൊരു മടക്കമില്ലാത്ത ഒരു യാത്ര. അങ്ങനെ നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്ത ഹൃദയവേദന, വലിയ കരളലിയിക്കുന്ന കാഴ്ചകൾ, കണ്ണീരുണങ്ങാത്ത മുഖങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരായി അവരവരുടെ നാടുകളിലേക്ക് പോവുകയാണ്. ഇന്ന് രാവിലെ മുതൽ സംഭവിച്ച കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച 24 മലയാളികൾ ഉൾപ്പെടെ 45 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായി വ്യോമസേനയുടെ പ്രത്യേക വിമാനം ഏതാണ്ട് ഒരു 10 മണിക്ക് 10:30 നെടുമ്പാശ്ശേരിയിലെത്തിയത്. C-130J എന്ന വ്യോമസേന വിമാനം 10:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി. നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി ഏതാണ്ട് ഒരു 15-20 മിനിറ്റിനുള്ളിൽ മൃതദേഹം ഓരോന്നോരോന്നായി വിമാനത്താവളത്തിൻ്റെ കാർഗോ ടെർമിനലിലേക്ക് മാറ്റി. അതിനുശേഷം അത് ഒരു പൊതുദർശനം എന്ന നിലയിൽ മുഖ്യമന്ത്രി അന്തിമോപചാരം അർപ്പിച്ചു. പ്രതിപക്ഷ നേതാവ്, മറ്റു മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ ഒക്കെ അന്തിമോപചാരം അർപ്പിച്ചു. പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കണ്ടത് അവരുടെ കുടുംബാംഗങ്ങളുടെ വിങ്ങിപ്പൊട്ടുന്ന മനസ്സോടെ അവർ അവരുടെ നിശ്ചലമായ ശരീരമുള്ള ആ പേടകത്തിന് മുകളിലേക്ക് ആർത്തലച്ച് വീഴുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. നമുക്കൊരു പക്ഷേ ഈ ടെലിവിഷൻ സ്ക്രീനിലേക്ക് നോക്കി നിൽക്കാൻ കഴിയാത്ത തരത്തിൽ ഹൃദയവേദനയുണ്ടാകുന്ന കാഴ്ചകളായിരുന്നു. അത് ഇന്ന് തുടങ്ങിയതല്ല. ഇന്നലെയും ഈ വീടുകളിലൊക്കെ ഞങ്ങളുടെ പ്രതിനിധികളൊക്കെ ചെല്ലുമ്പോഴും ഇതേ കാഴ്ച തന്നെയാണ് കാണുന്നത്. വലിയ ഇടയ്ക്ക് പൊട്ടിക്കരയുക, ആ നിലയിൽ സങ്കടം വരുന്ന സമയത്ത് അങ്ങേയറ്റം ഹൃദയവേദനയോടെ കരയുന്ന അവരുടെ ബന്ധുക്കളെ, എങ്ങലടിക്കുന്ന മുഖത്തോടെ ഈ ഭൗതിക ശരീരം ഇനി എപ്പോൾ വരും എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ആ ബന്ധുക്കളെയൊക്കെയാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കണ്ടത്. അതിനുശേഷം 23 മലയാളികൾ, 7 തമിഴ്നാട് സ്വദേശികൾ, ഒരു കർണാടക സ്വദേശി, അങ്ങനെ ആ മൃതദേഹങ്ങൾ ഓരോന്നോരോന്നായി ഇപ്പോൾ അവരവരുടെ നാടുകളിലേക്ക് ഒരു വിലാപയാത്ര കണക്കെ പോവുകയാണ്. ആ വലിയ ആൾക്കൂട്ടമൊന്നും ഇല്ലെങ്കിലും ഇതൊരു വിലാപയാത്ര തന്നെയാണ്. അതിൽ അവരുടെ ജീവിതത്തിലെ മുഴുവൻ പ്രതീക്ഷകളും അങ്ങനെ ഒരു പേടകത്തിൽ ഉറങ്ങുകയാണ്. ഇനി ഒരിക്കലും തിരിച്ചു വരാത്തൊരു യാത്രയാണ് അവർ നടത്തുന്നത്. അങ്ങനെ ഒരു വലിയ യാത്ര അവർ നടത്തുകയാണ്. ആ ആംബുലൻസുകൾ ഓരോന്നോരോന്നായി വിമാനത്താവളത്തിൽ നിന്ന് അവരുടെ നാടുകളിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. തെക്ക് തിരുവനന്തപുരം മുതൽ വടക്കങ്ങ് കാസർഗോഡ് തൃക്കരിപ്പൂരിൻ്റെ ഭാഗങ്ങൾ വരെ നീളുന്ന ഒരു യാത്ര. സംസ്കാര ചടങ്ങുകൾ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെയായി നടക്കും. വീടുകളിലേക്ക് പോകേണ്ട, ഇന്ന് മൃതദേഹം എത്തിക്കേണ്ടെങ്കിൽ അത് ആശുപത്രികളിലേക്ക്, മോർച്ചറികളിലേക്കായിരിക്കും മാറ്റുക. സംസ്കാര ദിവസം വീടുകളിലേക്ക് അത് തിരികെ കൊണ്ടുവരും. ബന്ധുക്കളിൽ കുറേയധികം ആളുകൾ ഈ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. അവരും ഈ യാത്രയിൽ ഈ ആംബുലൻസിനൊപ്പമുണ്ട്. പോലീസിൻ്റെ ഒരു പൈലറ്റ് വാഹനം ഇതിന് വഴിയൊരുക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലൊക്കെ വേഗത്തിൽ കടന്നു പോകുന്നതിന് ഇനിയും ഒട്ടും വൈകാതെ, റോഡിലൊക്കെ അധിക സമയം വൈകാതെ ഈ വീടുകളിലേക്ക്, അവരുടെ നാടുകളിലേക്ക് എത്തണം. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നാട്ടുകാരൊക്കെ കാത്തിരിക്കുന്നുണ്ട്. ഈ പ്രവാസികളുടെ ഒരു പ്രത്യേകത, അവർ നാട്ടിലേക്ക് വരുന്നതും പോകുന്നതും ഒക്കെ വലിയ ആഘോഷത്തോടെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കൈ നിറയെ സമ്മാനങ്ങളുമായി ബന്ധുക്കളെ കാണാനെത്തുന്ന പ്രവാസികൾ പോകുമ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവരെ യാത്ര അയക്കാൻ ഈ ബന്ധുക്കൾ ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലൊക്കെ വരുന്നത് നമ്മളുടെ പതിവ് യാത്രകളിലൊക്കെ കാണുന്നതാണ്. അങ്ങനെയുള്ള കാഴ്ചകൾ അത് പ്രവാസിയുടെ ജീവിതത്തിൽ പതിവാണ്. പക്ഷേ ആ പതിവിനൊക്കെ വിപരീതമായി, ആ പതിവൊക്കെ തെറ്റിക്കുന്ന വലിയ ഹൃദയവേദനയുള്ള ശോകമൂകമായ, നാടാകെ തേങ്ങലടക്കാതെ ബുദ്ധിമുട്ടുന്ന ഒരു യാത്രയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ നാട്ടിലൊക്കെ അവരുടെ നാട്ടിലെ ആഘോഷ പരിപാടികൾ, ബന്ധുക്കളുടെ വിവാഹങ്ങൾ, ക്ഷേത്രോത്സവങ്ങൾ, പള്ളി പെരുന്നാളുകൾ, അല്ലെങ്കിൽ പെരുന്നാളടക്കമുള്ള ആഘോഷ പരിപാടികളിലൊക്കെ നാട്ടിലേക്ക് വരാറുള്ള പ്രവാസികൾ അങ്ങനെ ആഘോഷങ്ങളിലൊന്നുമില്ലാതെ ഒരു കാലം തെറ്റിയുള്ള വരവാണിത്. ഇങ്ങനെ ഒരു വരവ് ഈ സമയത്തുണ്ടാകുമെന്ന് അവരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ പ്രിയപ്പെട്ടവരോ ഒന്നും കരുതിയില്ല. അങ്ങനെ ഒരു വല്ലാത്ത ദുഃഖത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഒരു വരവ് അവർ വരികയാണ്. ഇനി മടക്കമില്ലാത്തൊരു യാത്രയാണത്. നമുക്ക് വാക്കുകൾ കൊണ്ടൊന്നും അതിനെ
പറയാൻ കഴിയില്ല, അവരെ സമാധാനിപ്പിക്കാൻ കഴിയില്ല, ആശ്വസിക്കാൻ കഴിയില്ല. ഈ ദുഃഖത്തിൻ്റെ നാളുകളിൽ നിന്ന് അവർ വേഗത്തിൽ അവർക്ക് മോചനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അത് മാത്രമേ കഴിയൂ. നാട് ഒരുമിച്ച് അവരോടൊപ്പം ഉണ്ട് എന്ന് സന്ദേശം നമുക്ക് നൽകാം. നമ്മളുടെ പ്രവൃത്തിയിലൂടെ, ഈ സർക്കാരിൻ്റെ ഭരണകൂടത്തിൻ്റെ ഒക്കെ ഇടപെടലിലൂടെ അവർക്കത് ബോധ്യപ്പെടും. അങ്ങനെ ഉണ്ടാകും. നാടൊന്നാകെ അവരെ ചേർത്ത് നിർത്തും എന്ന് നമുക്ക് കരുതാം. ആ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിൽക്കും എന്ന് കരുതാം. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന നമ്മളുടെ പ്രിയപ്പെട്ടവരാണ്, സഹോദരങ്ങളാണ്. ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ, അവരുടെ നല്ല വീട്, കടബാധ്യതയിൽ നിന്ന് കരകയറാൻ, മക്കളുടെ വിദ്യാഭ്യാസത്തിന്, വിവാഹത്തിനൊക്കെ വേണ്ടി, ജീവിത ചെലവുകളൊക്കെ വേണ്ടി, ധനം സമ്പാദിക്കാനൊക്കെ വേണ്ടി, അങ്ങനെ ജീവിതം തള്ളി നീക്കാൻ വേണ്ടി ഒട്ടും താല്പര്യമില്ലെങ്കിലും ഒരു പ്രവാസി അത്തരം ഒരു യാത്ര നടത്തുന്നത് അതിനുവേണ്ടിയാണ്. നാട്ടിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന്, വീട്ടുകാരിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അത് ഒഴിവാക്കാൻ കഴിയാത്ത അവസരത്തിലാണ് പ്രവാസം എന്നത് അവരൊക്കെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ അത്തരമൊരു തെരഞ്ഞെടുപ്പ് ഈ നിലയിൽ ഒരു അവസാനം അതിനുണ്ടാകുമെന്ന് ആരും കരുതുന്നില്ല. ഇതിൽ പലരും അവരുടെ ജോലിയൊക്കെ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന മട്ടിൽ മടങ്ങാൻ കാത്തു നിൽക്കുന്നവരുണ്ട്. നമ്മൾ അത്തരം ആളുകളുടെ പേരൊക്കെ നേരത്തെ വായിച്ചതാണ്. അപ്പോൾ അവരൊക്കെ നാട്ടിലേക്ക് അടുത്ത വർഷമൊക്കെ മടങ്ങാനിരിക്കുന്നവരാണ്. 10-25 വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്യുന്നവരുണ്ട്. കമ്പനി ആവശ്യപ്പെട്ടതുകൊണ്ട് 1-2 മാസം കൂടി തുടരാൻ, ജോലി തീരാത്തത് കൊണ്ട് തുടരാൻ ബാക്കി നിൽക്കുന്നവരുണ്ടായിരുന്നു. ചെന്ന് ഒരാഴ്ച മാത്രമായ 2 പേരുണ്ട്. ഒരു തൃശ്ശൂർ ചാവക്കാട് സ്വദേശിയും ഒരു ചങ്ങനാശ്ശേരി സ്വദേശിയും ചെന്ന് ഒരാഴ്ച മാത്രമേ ആകുന്നുള്ളൂ. ഒരാൾ പോയിട്ട് 1 മാസമായതേ ഉള്ളൂ. ആ ചെറുപ്പക്കാരൻ്റെ ആദ്യ ശമ്പളം കഴിഞ്ഞ 5-ാം തീയതിയാണ് അച്ഛനും അമ്മയും അവരുടെ കൈകൾ കൊണ്ട് ഏറ്റുവാങ്ങിയതെന്ന് കഴിഞ്ഞ ദിവസം വിങ്ങിപ്പൊട്ടുന്ന കണ്ണീരുണങ്ങാത്ത മനസ്സോടെ ആ പിതാവ് പറയുന്നത് നമ്മൾ കണ്ടതാണ്. മകളുടെ ആദ്യ പിറന്നാൾ അടുത്ത മാസമാണ്, കീഴ്വായ്പൂർ സ്വദേശിയുടെ. അപ്പോൾ ആദ്യ പിറന്നാളിന് സമയത്ത് ആ കുരുന്നിന് സമ്മാനങ്ങളുമൊക്കെയായി വരാൻ കാത്തു നിൽക്കുകയായിരുന്നു ആ ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിൻ്റെയും ചേതനേറ്റ ശരീരമാണ് ആ വീടിൻ്റെ ഉമ്മറത്തേക്ക് എത്താൻ പോകുന്നത്. നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല ആ വീട്ടിൽ ഇനി അടുത്ത മണിക്കൂറുകളിൽ എന്ത് സംഭവിക്കുമെന്നത്. അങ്ങനെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത, വിവരിക്കാൻ കഴിയാത്ത, നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത സങ്കടക്കടലിൻ്റെ നടുവിൽ നിൽക്കുന്ന ആ പ്രിയപ്പെട്ടവർക്ക് അതിൽ നിന്ന് മോചനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് അങ്ങനെ ആ തളർച്ചയുടെ സമയത്ത് അവരോടൊപ്പം എല്ലാവരും ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. അങ്ങനെ വേഗത്തിൽ അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ കഴിയും എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അത് മാത്രമേ ഈ ഘട്ടത്തിൽ ചെയ്യാൻ കഴിയൂ. ആംബുലൻസുകൾ ഓരോന്നോരോന്നായി വിമാനത്താവളത്തിന് പുറത്തേക്ക് പോവുകയാണ്, നാടുകളിലേക്ക് പോവുകയാണ്. സംസ്കാര ചടങ്ങുകൾ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെയായി നടക്കും. ആ ദൃശ്യങ്ങൾ ആണ് നമ്മൾ കാണുന്നത്. ഇന്ന് രാവിലെ മുതൽ തുടർച്ചയായി ഈ വീടുകളിൽ നിന്നുള്ള വിവരങ്ങൾ ഒക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. നമുക്കൊട്ടും ആഗ്രഹിക്കാത്ത ഇങ്ങനെ ഒരു യാത്രയും ഇത്തരം ഒരു റിപ്പോർട്ടിങ്ങും ഇത്തരം ഒരു കാഴ്ചകളൊന്നും പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഒരിക്കലും എത്തിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതൊക്കെ അനിവാര്യമാണ്. അതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കഴിയാത്തതുകൊണ്ട് നമ്മൾ തുടർച്ചയായി ഈ ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിലൂടെ കടന്നു പോവുകയാണ്. ഇത് ഇന്ന് തുടങ്ങിയതല്ല. ഇന്നലെ പകൽ മുഴുവൻ, അല്ലെങ്കിൽ ഇന്നലെ രാത്രി മുഴുവൻ, ഇന്നലെ പകലും ഇന്നലെ രാത്രിയും ഒക്കെയായി നമ്മൾ ഇതിന് നടുവിൽ തന്നെയാണ്. അവരുടെ വീടുകളിലെ ഹൃദയഭേദകമായ കാഴ്ചകളായിരുന്നു നമ്മൾ ഇന്നലെയൊക്കെ കണ്ടത്. അവരുടെ പ്രതികരണങ്ങൾ, അവരുടെ ബന്ധുക്കളുടെ പ്രതികരണങ്ങൾ, എത്ര പ്രിയപ്പെട്ടവരായിരുന്നു ആ നാടിന്, സുഹൃത്തുക്കൾക്ക് എന്നൊക്കെയായിരുന്നു. അതിൽ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട സ്വദേശി പറയുകയായിരുന്നു, അദ്ദേഹം ഇവരുടെ സഹപ്രവർത്തകരായ ഇതേ സ്ഥാപനത്തിൽ, ഇതേ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 1-2 മാസം മുമ്പാണ് അദ്ദേഹം അവധിക്ക് മക്കളോടൊപ്പം ഒക്കെ ചെലവഴിക്കുന്നതിന് വേണ്ടി നാട്ടിലേക്ക് എത്തിയത്. ഉടൻ തിരികെ പോകാനിരിക്കുകയായിരുന്നു. അതിൽ ഈ മരണമടഞ്ഞ പലരും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ എങ്ങനെ മടങ്ങും, ആ സ്ഥലത്തേക്ക് എങ്ങനെ പോകും? അവരുടെ പ്രിയപ്പെട്ടവരെ, ജ്യേഷ്ഠ സഹോദരനെ പോലെ കരുതിയ സുഹൃത്തിനെയൊക്കെ നഷ്ടപ്പെട്ട അവിടേക്ക് എങ്ങനെ പോകും എന്ന് അദ്ദേഹം ചോദിക്കുകയായിരുന്നു, പത്തനംതിട്ട സ്വദേശി. അങ്ങനെയും നമുക്ക് അറിയാം, അങ്ങനെ അത്തരം ഹൃദയവേദന അവരുടെ ഈ ജീവിതത്തിലേക്ക് അവരൊക്കെ എങ്ങനെ തിരികെ വരും എന്ന് നമുക്കറിയില്ല. അപ്പോൾ അത്രത്തോളം ദുഃഖസാന്ദ്രമായ ഒരു സാഹചര്യത്തിലൂടെ, മാനസികാവസ്ഥയിലൂടെ ഒക്കെ കടന്നു പോവുകയാണ് അവരും ഈ നാടൊന്നാകെയും. ഇന്ന് രാവിലെ മുതൽ നമ്മളത് കാണുന്നുണ്ട്. ഈ ആംബുലൻസുകൾ വിമാനത്താവളത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്നും ആദ്യത്തെപ്പോഴുതാ ഈ അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം മൃതദേഹം ഓരോന്നോരോന്നായി ബന്ധുനാടുകളിലേക്ക് പോകുന്നു. ഇനി സംസ്കാര ചടങ്ങാണ്. ഈ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ, കളക്ടർ, ജനപ്രതിനിധികളൊക്കെ അവിടെ ഉണ്ടാകും. ഈ അന്തിമോപചാരം വീടുകളിലെ ചടങ്ങുകളിലൊക്കെ ഉണ്ടാകും. അവരുടെ ദുഃഖം ഘനീഭവിച്ചു നിൽക്കുന്ന ഈ ദിവസങ്ങളിൽ അവരോടൊപ്പം ഈ നാടുണ്ടാകും എന്ന് അവരുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട്, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് പറയാം. അതുമാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ കഴിയൂ. അവരെ സാമ്പത്തികമായി സഹായിക്കാൻ പറ്റുന്നത് പോലെയൊക്കെ സഹായം സർക്കാരിൻ്റെ, സംസ്ഥാന സർക്കാരിൻ്റെ, പ്രവാസ ലോകത്തിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെ ഒക്കെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്.
അത് ഇനിയും ഉണ്ടാകും, അവർക്ക് കൈത്താങ്ങാകും എന്നൊക്കെ നമുക്ക് കരുതാം. അങ്ങനെ ആശ്വാസവാക്കുകൾ ഒന്നും ഈ സമയത്ത് ഈ മണിക്കൂറിൽ അതൊന്നും അത് മതിയായതല്ല. അതുകൊണ്ടൊന്നും ഒരു പരിഹാരവും ഉണ്ടാകില്ല എന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ട്. പക്ഷേ നമ്മളാൽ കഴിയുന്നത് അതാണ് എന്ന് മാത്രമേ നമുക്ക് ഈ സമയത്ത് പറയാൻ കഴിയൂ. എൻ്റെ ദൈവമേ, ഇതൊരു കാഴ്ചയാണ് എന്നത് കാണുന്നവരൊക്കെ ഹൃദയത്തിൽ തേങ്ങുന്ന അല്ലെങ്കിൽ ഒരു ദീർഘശ്വാസം എടുക്കുന്ന സമയമാണെന്ന് ഉറപ്പായും പറയാം. ഇത് കാണുന്നവർക്ക് വല്ലാത്ത വേദനയുടെ ഒരു കാഴ്ചയാണ്. കാര്യം സമാനതകളില്ലാത്തൊരു വേദനയിൽ അത്രത്തോളം വലിയ പ്രതീക്ഷകൾ, ഓരോരോ പ്രതീക്ഷകളായി ഒരു വീട്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ പഠന ആവശ്യം, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ചികിത്സ ആവശ്യം, ഓരോരോ ആവശ്യങ്ങളായി ഒരുപാട് സ്വപ്നങ്ങളായി പോയവർ ചേതനേറ്റ് മടങ്ങി വരുന്ന വല്ലാത്ത സങ്കടകരമായ കാഴ്ചയിലാണ്